LPG ഗ്യാസ് എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നറിയാമോ? നമ്മുടെ ഭൂമിക്കടിയിൽ ചില സ്ഥലങ്ങളിൽ ക്രൂഡ് ഓയിൽ ഉണ്ട്. പക്ഷേ ഇത് അണ്ടർഗ്രൗണ്ട് ലെയറുകളിൽ ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, വെള്ളം ഇവ മൂന്നും മിക്സ് ആയിരിക്കും. ആദ്യം എണ്ണ കമ്പനികൾ സീസ്മിക് തരംഗങ്ങൾ ഉപയോഗിച്ച് ജിയോളജിക്കൽ പഠനത്തിലൂടെ എവിടെയാണ് ഓയിൽ ഉള്ളതെന്ന് കണ്ടെത്തും. പിന്നീട് മെഷീൻസ് ഉപയോഗിച്ച് ഡ്രില്ലിംഗ് നടത്തി ക്രൂഡ് ഓയിൽ, ഗ്യാസ് തുടങ്ങിയ വസ്തുക്കളെ പുറത്തെടുക്കും. ഇത് പിന്നീട് പൈപ്പുകളും കപ്പലുകളും ടാങ്കർ ലോറികളും ഉപയോഗിച്ച് റിഫൈനറികളിൽ എത്തിക്കുന്നു. അടുത്തതായി ക്രൂഡ് ഓയിൽ, എണ്ണ വേർതിരിച്ചെടുക്കുന്ന ഈ ഫാക്ടറികളിലുള്ള വലിയ ഫർണസിൽ 400 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനിലയിൽ ചൂടാകും. ഈ സമയം നീരാവിയായി മാറുന്ന ക്രൂഡ് ഓയിലിനെ ഇതുപോലെയുള്ള ഒരു ടവറിലേക്ക് എത്തിക്കുന്നു. ഈ പ്രോസസ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്നറിയപ്പെടുന്നു. ഈ ടവറിൽ മുകൾ ഭാഗത്ത് തണുത്ത താപനിലയും താഴേക്ക് ചൂടുമാണ്. ഇത് കാരണം ക്രൂഡ് ഓയിൽ പലതരത്തിലുള്ള വസ്തുക്കളായി പിരിയും. ഏറ്റവും മുകളിൽ LPG ഗ്യാസ് ലഭിക്കും. രണ്ടാമത് പെട്രോൾ. 3 നാഫ്ത, അതായത് പ്ലാസ്റ്റിക്, കെമിക്കൽ, റബ്ബർ തുടങ്ങിയവയ്ക്ക് ആവശ്യമായ അസംസ്കൃത വസ്തു ഇതിൽ നിന്ന് തയ്യാറാക്കപ്പെടുന്നു. 4 കെറോസിൻ. 5 ഡീസൽ. 6 ഹെവി ഫ്യൂവൽ, അതായത് കപ്പലുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം. 7 ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ. ഇതിൽ നിന്നാണ് എഞ്ചിൻ ഓയിൽ, ഗ്രീസ് തുടങ്ങിയവ നിർമ്മിക്കുന്നത്. 8 ബിറ്റുമിൻ, അതായത് റോഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ടാർ. ഇതിൽ ആദ്യം കിട്ടുന്ന LPGയിൽ പ്രധാനമായി 2 ഗ്യാസുകൾ ഉണ്ടാകും. 1 പ്രൊപ്പെയിൻ, 2 ബ്യൂട്ടെയിൻ. ഇത് രണ്ടും മിക്സ് ചെയ്താലാണ് നമുക്ക് ആവശ്യമായ LPG ഗ്യാസ് ലഭിക്കുന്നത്. LPG ഗ്യാസ് ആണെങ്കിലും സ്റ്റോർ ചെയ്യാൻ കൂടുതൽ സ്ഥലം ആവശ്യമായത് കാരണം റിഫൈനറികളിൽ ഉയർന്ന മർദ്ദത്തിൽ തണുപ്പിച്ച് ദ്രാവകമാക്കി മാറ്റും. ഇത് പിന്നീട് സിലിണ്ടറുകളിലേക്ക് മാറ്റി നമ്മുടെ വീടുകളിലെത്തുന്നു.